എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് സ്റ്റഡി സെന്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് +2 തുല്യതാ കോഴ്സിന്റെ എക്കണോമിക്സിന്റെ രണ്ടാമത്തെ പാർട്ടായ മാക്രോ എക്കണോമിക്സ്, അതിലെ ഒന്നാമത്തെ അധ്യായമായ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു ആമുഖം. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നാം ചർച്ച ചെയ്തിരുന്നത് മൈക്രോ എക്കണോമിക്സ് ആയിരുന്നു. 6 അധ്യായങ്ങൾ തുടർച്ചയായി നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 6 അധ്യായങ്ങളാണ് മാക്രോ എക്കണോമിക്സിലുള്ളത്. അതിലെ ഒന്നാമത്തെ അധ്യായം. ഈ അധ്യായത്തിൽ 1-2 പോയിന്റ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് സ്ഥിരമായി ചോദിക്കാറുമുണ്ട്. അപ്പൊ നമുക്ക് മാക്രോ എക്കണോമിക്സിന്റെ ആവിർഭാവം എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, 2008 വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായിരുന്നു. US-ലാണ് ആദ്യമായിട്ട് അതിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. എന്താണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണങ്ങൾ, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമുക്കറിയാം, US-ൽ ആരംഭിച്ച ഈ സാമ്പത്തിക പ്രതിസന്ധി ഗൾഫ് നാടുകളിലും അതുപോലെ തന്നെ യൂറോപ്പുകളിലും എല്ലാ രാജ്യങ്ങളിലേക്കും ഈ പ്രതിസന്ധി വ്യാപിക്കുകയുണ്ടായി. അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ നമ്മുടെ നാടുകളിലേക്ക് വരികയുണ്ടായി. അതോടൊപ്പം തന്നെ ഉൽപാദനങ്ങൾ കുറച്ചുകൊണ്ട് സ്ഥാപനങ്ങളൊക്കെ അവരുടെ പ്രതിസന്ധികളെ മറികടക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ ബാങ്കുകൾ ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ പൂട്ടുകയുണ്ടായി. ഇങ്ങനെയുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി 2008 നമുക്ക് കാണാനുണ്ടായിരുന്നു. എന്നാൽ 1929 US-ൽ ഇതുപോലെ ഒരു വലിയ പ്രത്യാഘാതം ഉണ്ടായിരുന്നു. ഇതിനെ നമ്മൾ അറിയപ്പെടുന്നത് 1930കളിലെ അതിരൂക്ഷമായ സാമ്പത്തിക മാന്ദ്യം, ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1913 എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ രൂപപ്പെടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നിക്ഷേപകരൊക്കെ അവരുടെ മൂലധനം പിൻവലിക്കുവാനും പുതുതായി നിക്ഷേപിക്കാൻ അവർ താല്പര്യപ്പെടുകയും ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു പ്രതിസന്ധി അവിടെ രൂപപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഉൽപാദനം ഗണ്യമായിട്ട് സ്ഥാപനങ്ങളൊക്കെ കുറക്കുന്നു. അതിന്റെ ഫലമായിട്ട് അധിക ചോദനം രൂപപ്പെടുന്നു. അതായത് കമ്പോളത്തിൽ ഉൽപ്പന്നങ്ങൾ കിട്ടാത്തൊരു അവസ്ഥ വരുന്നു. അതുപോലെ തന്നെ സ്വന്തം രാജ്യത്തേക്ക് ആളുകളൊക്കെ മടങ്ങി വരുന്ന ഒരു തൊഴിലില്ലായ്മ ഇല്ലാത്ത വല്ലാത്തൊരു അവസ്ഥ രൂപപ്പെടുന്നു. ഇതൊക്കെയാണ് ഈ പ്രത്യാഘാതങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രത്യാഘാതങ്ങൾ എന്ന്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം തൊഴിലില്ലായ്മ രൂപപ്പെടുന്നു, നിക്ഷേപകരൊക്കെ അവരുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നു, പുതുതായി നിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നില്ല, ഉൽപാദകരൊക്കെ അവരുടെ ഉൽപ്പാദിപ്പിക്കുന്ന അളവ് കുറക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, തൊഴിലില്ലായ്മ രൂപപ്പെടുന്നു. ഇതൊക്കെയാണ് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി 1936 ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ JM കെയ്ൻസ്, അദ്ദേഹം തൊഴിൽ, പലിശ, പണം എന്നിവയുടെ പൊതു സിദ്ധാന്തം, ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകം അടിച്ചിറക്കുകയും ഇദ്ദേഹമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണുവാനുണ്ടായത്. ഇദ്ദേഹമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ആരാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്? JM കെയ്ൻസ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് തൊഴിൽ, പലിശ, പണം എന്നിവയുടെ പൊതു സിദ്ധാന്തം എന്നുള്ളത്. ഇദ്ദേഹമാണ് ഈ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു തുടക്കം കുറിച്ച വ്യക്തി എന്ന് നമുക്ക് പറയാം. മാത്രമേ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, അതായത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, റാഗ്നർ ഫ്രിഷ് ആണ്. എന്നാൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തെ വേറൊരു ഘടകമാക്കി മാറ്റിയെടുത്തത് JM കെയ്ൻസ് ആണ്. അപ്പൊ ഇതിന്റെ ആവിർഭാവം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. 2008 ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 1929 സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ അറിയപ്പെടുന്നത് 1930കളിലെ
അതിരൂക്ഷമായ സാമ്പത്തിക മാന്ദ്യം എന്നാണ്. ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ജെ.എം. കെയ്ൻസ് ആണ് ഒരു പുസ്തകം ഇറക്കി ഗവൺമെന്റുകളുടെ സാന്നിധ്യം കമ്പോളത്തിൽ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കിയത് ഇദ്ദേഹത്തിന്റെ ഈ പുസ്തക പ്രകാശനത്തോടു കൂടിയാണ്. ഇനി നമുക്ക് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പഠന മേഖലകൾ, അതിന്റെ വ്യാപ്തി, അതിന്റെ അർത്ഥം, ഇതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇനി നമുക്ക് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അർത്ഥവും വ്യാപ്തിയും എന്താണെന്ന് വിശദീകരിക്കാം. നമുക്കറിയാം, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്താണെന്ന് നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതായത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു കാട്ടിലെ അല്ലെങ്കിൽ ഒരു വനത്തിലെ ഒരു മരത്തെക്കുറിച്ചുള്ള പഠനം, അത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമാണ്. എന്നാൽ ആ വനത്തെക്കുറിച്ചുള്ള പഠനം, അതാണ് സ്ഥൂലം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. എന്നാൽ മൊത്തത്തിലുള്ള പഠനത്തെക്കുറിച്ച്, അതായത് മൊത്ത ചോദനം, മൊത്തം വരുമാനം, മൊത്തം തൊഴിലില്ലായ്മ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അഗ്രഗേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൊത്തത്തിലുള്ള പഠനമായതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ അഗ്രഗേറ്റ് എക്കണോമിക്സ് എന്ന് പറയാറുണ്ട്. അതായത് മാക്രോ എക്കണോമിക്സിനെ അഗ്രഗേറ്റ് എക്കണോമിക്സ് എന്നും വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വലുത് എന്ന് അർത്ഥം വരുന്ന ഗ്രീക്ക് പദമായ മാക്രോസ് എന്ന പദത്തിൽ നിന്നാണ് മാക്രോ എക്കണോമിക്സ് എന്നുള്ള പദം രൂപപ്പെടുന്നത്. അപ്പൊ മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന്, വലുത് എന്ന അർത്ഥം വരുന്ന മാക്രോസ് എന്ന പദത്തിൽ നിന്നാണ് മാക്രോ എക്കണോമിക്സ് രൂപപ്പെടുന്നത്. അപ്പൊ ഇനി നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരാളുടെ വരുമാനം, ചെലവ്, തൊഴിലില്ലായ്മ. രണ്ടാമത്തത്, ഒരു രാജ്യത്തിന്റെ മൊത്തം വരുമാനം, അതായത് ദേശീയ വരുമാനം, മൊത്തം ചെലവ്, മൊത്തം തൊഴില്. ഇതിലേതാണ് മൈക്രോ, ഏതാണ് മാക്രോ എന്നാണ് ചോദ്യം വരുന്നത്. അപ്പൊ നമുക്ക് അറിയാം, അതിൽ മൊത്തത്തിലുള്ള, മൊത്തം തൊഴില്, മൊത്തം ചോദനം, അതുപോലെ മൊത്തം വരുമാനം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മൊത്തം എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മാക്രോ എക്കണോമിക്സിന്റെ പരിധിയിൽപ്പെടുന്നത്. ഇനി നമുക്ക് മാക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഇവിടെ ബോർഡിൽ എഴുതി കാണാം, ദേശീയ വരുമാനം നിർണ്ണയിക്കുന്ന രീതികൾ, അതുപോലെ തൊഴില്, തൊഴിലില്ലായ്മ, തൊഴിൽ നിയമങ്ങൾ, പിന്നെ പണത്തിന്റെ ഡിമാൻഡും സപ്ലൈയും, പണനയം അതായത് മോണിറ്ററി പോളിസി, അതുപോലെ ധനനയം ഫിസ്ക്കൽ പോളിസി, അന്താരാഷ്ട്ര വ്യാപാരം, സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള സിദ്ധാന്തം. ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ മാക്രോ എക്കണോമിക്സിൽ പഠിക്കാനുള്ളത്. ഈ ഭാഗങ്ങളാണ് മാക്രോ എക്കണോമിക്സിൽ ഉൾപ്പെടുന്നത്. അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് മാക്രോ എക്കണോമിക്സ്, അതുപോലെ മൈക്രോ എക്കണോമിക്സ് എന്ന് വേർതിരിച്ച് എഴുതാൻ പറയാറുണ്ട്. അപ്പോൾ മാക്രോ എക്കണോമിക്സിൽ പെടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ജെ.എം. കെയ്ൻസ്. അദ്ദേഹത്തിന്റെ പുസ്തകം ഏതെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ മാക്രോ എക്കണോമിക്സിന്റെ അർത്ഥവും അതുപോലെ തന്നെ അതിന്റെ പഠനവും എന്ന വിഷയത്തിൽ, വ്യാപ്തിയും എന്ന വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് മാക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിന്റെ അർത്ഥവും അതുപോലെ അതിന്റെ വ്യാപ്തിയൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന മേഖലകളെ നമുക്ക് പ്രധാനമായിട്ട് 4 മേഖലകളായിട്ട് തരംതിരിക്കാം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ഉൽപാദന മേഖല, രണ്ടാമത്തത് ഗാർഹിക മേഖല, മൂന്നാമത്തത് ഗവൺമെന്റ്, നാലാമത് ബാഹ്യ മേഖല. ഈ 4 മേഖലകളെ ആസ്പദമാക്കിയാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പഠനങ്ങൾ നിലനിൽക്കുന്നത്. അപ്പം 4 കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ നമുക്കൊന്ന് വിശദീകരിക്കാം. 1 ഉൽപാദന മേഖല. ഉൽപാദന മേഖല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു സമ്പദ് വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ ഉൽപാദന മേഖല എന്ന് പറയുന്നത്. അതായത് സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കമ്പോളത്തിൽ വിതരണം ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ ഉൽപാദന മേഖല. അതോടൊപ്പം തന്നെ ഗവൺമെന്റിലേക്ക് നികുതി അടക്കുന്ന ഒരു ഗവൺമെന്റ് മേഖല കൂടിയാണ് ഈ ഉൽപാദന
ഉൽപാദന മേഖല എന്ന് പറയുന്നത്. അപ്പോൾ സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കമ്പോളത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മേഖലയാണ് ഉൽപാദന മേഖല എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തതാണ് ഗാർഹിക മേഖല. ഗാർഹിക മേഖല എന്ന് പറയുമ്പോൾ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവ് അല്ലെങ്കിൽ ഒരു കുടുംബം നിലനിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ ഗാർഹിക മേഖല എന്ന് പറയുന്നത്. അതായത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഗാർഹിക മേഖല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഗവൺമെന്റിലേക്ക് കൃത്യമായിട്ട് നികുതി അടക്കുന്ന വലിയൊരു മേഖല കൂടിയാണ് ഈ ഗാർഹിക മേഖല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ മേഖലയാണ് ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ, അതായത് കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ നേരിട്ട് ഇടപെടുന്ന ഒരു ഘടകമല്ല ഗവൺമെന്റ്. എന്നാലും സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രാഥമിക ഘടകങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഗവൺമെന്റാണ്. അതുപോലെ തന്നെ കമ്പോളത്തിൽ ഉത്തേജനം നൽകുന്ന പല പദ്ധതികളും നിയമങ്ങളും നടപ്പിലാക്കുന്നതും ഗവൺമെന്റ് മേഖല തന്നെയാണ്. മാത്രമല്ല ഒരു ഉൽപാദന മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള സബ്സിഡികൾ, അതുപോലെ തന്നെ താങ്ങുവിലകൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ പദ്ധതികളും നടപ്പിലാക്കുന്നതും ഗവൺമെന്റ് മേഖല തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ഉപഭോക്താവിൻ്റെ കാര്യമാവട്ടെ, അല്ലെങ്കിൽ ഒരു ഉൽപാദകന്റെ കാര്യമാവട്ടെ, കാർഷിക മേഖലയാവട്ടെ, ഏത് മേഖലകളാണെങ്കിലും ആ മേഖലകൾക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും നിയമങ്ങളൊക്കെ ഒരുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല കൂടിയാണ് ഈ ഗവൺമെന്റ് മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെന്റ് മേഖല സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനി നാലാമത്തതാണ് ബാഹ്യ മേഖല എന്ന് പറയുന്നത്. ബാഹ്യ മേഖല എന്ന് പറയുമ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു രാജ്യം അതിനകത്ത് മാത്രം ഉൽപാദനം നടത്തുകയും വിതരണം ചെയ്യുകയുമാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയെ നമ്മൾ അടഞ്ഞ സമ്പദ് വ്യവസ്ഥ, അതായത് ക്ലോസ്ഡ് ഇക്കോണമി എന്നാണ് പറയുക. എന്നാൽ മറ്റു രാജ്യങ്ങളുമായിട്ട് ക്രയവിക്രയങ്ങളിൽ ഇടപെടുകയും സാധനങ്ങൾ കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ ചെയ്തുകൊണ്ട് മറ്റു രാജ്യങ്ങളുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ അതിനെ നമുക്ക് ഓപ്പൺ ഇക്കോണമി, അതായത് തുറന്ന സമ്പദ് വ്യവസ്ഥ എന്ന് പറയാം. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ സമ്പദ് വ്യവസ്ഥകളും ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥകളാണ്. അതുകൊണ്ട് തന്നെ ഈ തുറന്ന സമ്പദ് വ്യവസ്ഥ, ഇതിനെയാണ് നമ്മൾ ബാഹ്യ മേഖല എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്ത് മാത്രം അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ അകത്ത് മാത്രം നിൽക്കാതെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് ഇടപാടുകൾ നടത്തുന്ന ഒരു സമ്പദ് വ്യവസ്ഥയായിട്ട് മാറുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു മേഖല സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അപ്പൊ 4 മേഖലകളാണ് ഉള്ളത്. ഒന്ന് ഉൽപാദന മേഖല, ഗാർഹിക മേഖല, ഗവൺമെന്റ്, ബാഹ്യ മേഖല. ഈ ബാഹ്യ മേഖലയിൽ ശ്രദ്ധിക്കേണ്ടത് ഓപ്പൺ ഇക്കോണമി, അതുപോലെ തന്നെ ക്ലോസ്ഡ് ഇക്കോണമി, അതായത് തുറന്ന സമ്പദ് വ്യവസ്ഥ, അടഞ്ഞ സമ്പദ് വ്യവസ്ഥ. വ്യത്യസ്ത രാജ്യങ്ങളുമായിട്ട് സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഇടപെടുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ അതിനെ നമുക്ക് ഓപ്പൺ സമ്പദ് വ്യവസ്ഥ എന്നും, അതായത് തുറന്ന സമ്പദ് വ്യവസ്ഥ എന്നും, അല്ല എങ്കിൽ അതായത് സ്വന്തം രാജ്യത്ത് മാത്രമാണ് ക്രയവിക്രയങ്ങൾ നടക്കുന്നത് എങ്കിൽ അതിനെ അടഞ്ഞ സമ്പദ് വ്യവസ്ഥ എന്നും പറയുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒന്നാമത്തെ അധ്യായത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സിന്റെ ആവിർഭാവം എങ്ങനെയാണ്, അതായത് സാമ്പത്തിക പ്രതിസന്ധി 1930കളിലെ വലിയ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. 1930. അതുപോലെ തന്നെ JM കെയ്ൻസ് ആണ് 1936 അദ്ദേഹത്തിന്റെ പുസ്തകം മനസ്സിലാക്കി വെക്കണം. അദ്ദേഹമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. എന്നാൽ മൈക്രോ മാക്രോ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചത് റാഗ്നർ ഫ്രിഷ് ആണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒന്നാമത്തെ അധ്യായത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും താങ്ക് യു.